ഒളിമ്പിക്സ് രണ്ടാം ദിനം ഷൂട്ടിംഗ് റേഞ്ചിൽ നിന്ന് ഭാരതത്തിന് സന്തോഷ വാർത്ത. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ ആദ്യ മെഡൽ മനു ഭാക്കറിലൂടെ സ്വന്തമാക്കി. 10 മീറ്റർ എയർ പിസ്റ്റൾ ഇനത്തിലാണ് മനു ഭാക്കർ വെങ്കല മെഡൽ സ്വന്തമാക്കിയത്. 10 മീറ്റർ എയർ റൈഫിൾ പുരുഷ വിഭാഗത്തിൽ അർജുൻ ബാബുദയും വനിതാ വിഭാഗത്തിൽ രമിത ജിണ്ടാലും ഫൈനലിലും പ്രവേശിച്ചു. അതേസമയം ബോക്സിംഗിൽ ഇന്ത്യൻ താരം നിഖാത് സരീൻ അവസാന 16-ലെത്തി. കൂടുതൽ വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്നും ശരത് എം ചേർന്നുണ്ട്. ശരത്ത്, ഒരു വെങ്കല തിളക്കത്തിലാണ് ഭാരതം ഇപ്പോൾ ഉള്ളത്. എത്രത്തോളം ആവേശമാണ് കായിക പ്രേമികൾക്കും കായിക താരങ്ങൾക്കും? വിഷ്ണു, കായിക ലോകത്തിലെ ഇന്ത്യൻ കായിക ലോകത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ആവേശം നിറഞ്ഞ ഒരു ദിനം കൂടിയാണ് ഇന്ന്. കാരണം പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ ആദ്യ മെഡൽ സ്വന്തമാക്കിയത് ഇന്നാണ്. മനു ഭാക്കറിലൂടെ വെങ്കല മെഡലാണ് ഇന്ത്യ സ്വന്തമാക്കിയത്. ഷൂട്ടിങ്ങിൽ 10 മീറ്റർ എയർ റൈഫിളിലാണ് എയർ പിസ്റ്റളിലാണ് ഇന്ത്യ ഒരു വെങ്കല മെഡൽ സ്വന്തമാക്കിയിട്ടുള്ളത്. ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ, അതായത് ഷൂട്ടിങ്ങിൽ ഒളിമ്പിക്സിൽ ഒരു വനിതാ താരം മെഡൽ നേടുന്നത് ഇതാദ്യമായിട്ടാണ്. 2012 ലണ്ടൻ ഒളിമ്പിക്സിലാണ് അവസാനമായി ഇന്ത്യ ഒളിമ്പിക്സ് ഷൂട്ടിങ്ങിൽ ഒരു മെഡൽ നേടിയത്. അതിനുശേഷം ഇത് 12 വർഷങ്ങൾക്ക് ഇപ്പുറമാണ് ഇന്ത്യ ഇത്തരത്തിൽ ഒളിമ്പിക്സിൽ ഒരു സ്വർണം ഷൂട്ടിങ്ങിൽ ഒരു വെങ്കല മെഡൽ നേട്ടം സ്വന്തമാക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ 2008 അഭിനവ് ബിന്ദ്രയാണ് വ്യക്തിഗത ഇനത്തിൽ ഇന്ത്യക്കായി ഷൂട്ടിങ്ങിൽ ഒരു സ്വർണ്ണ മെഡൽ സ്വന്തമാക്കിയത്. അതിനുശേഷം ഇന്ത്യക്ക് സ്വർണ്ണമടക്കമുള്ള മെഡലുകൾ, അതായത് വ്യക്തിഗത ഇനത്തിൽ സ്വർണ്ണ മെഡൽ സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ല. എന്നാൽ 2012 ഒളിമ്പിക്സിലേക്ക് വരുമ്പോൾ അവിടെ ഗഗൻ നാരംഗ് വെങ്കലവും അതുപോലെ തന്നെ വിജയകുമാർ വെള്ളിയും സ്വന്തമാക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം പിന്നീട് നടന്ന 2 ഒളിമ്പിക്സിലും ഇന്ത്യക്ക് ഷൂട്ടിങ്ങിൽ മെഡലുകൾ നേടാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ ആ മെഡൽ വരൾച്ചയ്ക്കാണ് ഇത്തവണ മനു ഭാക്കർ അന്ത്യം കുറിച്ചിരിക്കുന്നത്. അതായത് ഈ പാരീസ് ഒളിമ്പിക്സിലെ ആദ്യ മെഡൽ നേട്ടം മനു ഭാക്കർ സ്വന്തമാക്കിയിരിക്കുകയാണ്. അതുമാത്രമല്ല, ഇവിടെ എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ മെഡൽ നേട്ടത്തോടുകൂടി ഇന്ത്യ അക്കൗണ്ട് തുറന്നിരിക്കുകയാണ്. പാരീസ് ഒളിമ്പിക്സിലെ തൻ്റെ മെഡൽ അക്കൗണ്ട് തുറന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ മെഡൽ നേട്ടം പറയുകയാണെങ്കിൽ ഫൈനലിൽ, അതായത് നേരിയ വ്യത്യാസത്തിൽ ആണ് മനു ഭാക്കറിന് വെള്ളിയും അതായത് സ്വർണ്ണം മെഡലുകൾ അടക്കം നഷ്ടമാകുന്നത്. നേരിയ വ്യത്യാസത്തിൽ കൊറിയൻ താരങ്ങളോട് ആണ് മെഡൽ നേട്ടം നഷ്ടമാകുന്നത്. പോയിന്റ് പരിശോധിക്കുകയാണെങ്കിൽ 221.7 പോയിന്റാണ് മനു ഭാക്കർ സ്വന്തമാക്കിയത്. അങ്ങനെ 3-ാം സ്ഥാനത്തേക്ക് ഫിനിഷ് ചെയ്യുകയായിരുന്നു. നമുക്കറിയാവുന്ന പോലെ 3 കൊല്ലം മുമ്പ് നടന്ന ടോക്കിയോ ഒളിമ്പിക്സിൽ താരത്തിന് ഇതുപോലെ മികച്ച പ്രതീക്ഷയുമായി ഇറങ്ങിയ താരത്തിന് അന്ന് മെഡൽ നേടുവാൻ സാധിച്ചിരുന്നില്ല. അന്ന് താരം 12-ാം സ്ഥാനത്തേക്ക് കുപ്പുകുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം താരം ശക്തമായി തന്നെ ഈ ഒളിമ്പിക്സിൽ തിരിച്ചു വന്ന കാഴ്ചയാണ് കാണുന്നത്. എന്നാൽ സ്വർണവും വെള്ളിയും നേടിയതാകട്ടെ കൊറിയയുടെ താരങ്ങൾ തന്നെയാണ്. 243 പോയിന്റുമായി ഓയെ ജിൻ കൊറിയയുടെ 1-ാം സ്ഥാനം, അതായത് സ്വർണം കരസ്ഥമാക്കിയപ്പോൾ 241 പോയിന്റുമായി കൊറിയയുടെ തന്നെ കി യെജിയും ആണ് 2ാമത്, അതായത് വെള്ളി മെഡൽ സ്വന്തമാക്കുന്നത്. എന്തായാലും മനു ഭാക്കറിലൂടെ ഇന്ത്യ അത്തരത്തിലൊരു മികച്ച പ്രകടനമാണ് ഏതായാലും കാഴ്ചവെച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം തന്നെയാണ് താരം ഫൈനലിലേക്ക് പ്രവേശിച്ചത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത്, പാരീസ് ഒളിമ്പിക്സിന് തന്നെ 10 മീറ്റർ എയർ റൈഫിൾ പുരുഷ വനിതാ വിഭാഗത്തിൽ തന്നെ ഇന്ത്യൻ താരങ്ങളായ രമിത ജിണ്ടാൽ, അത് വനിതാ വിഭാഗത്തിൽ രമിത ജിണ്ടാൽ ഫൈനലിലേക്ക് കടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പുരുഷ വിഭാഗത്തിൽ അർജുൻ ബാബുദയും ഫൈനലിലേക്ക് കടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബോക്സിംഗ് പരിശോധിക്കുകയാണെങ്കിൽ ബോക്സിംഗിൽ നിഖാത് സരീൻ, ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷയായ നിഖാത് സരീൻ ഏതായാലും അവസാന 16-ലേക്ക് യോഗ്യത നേടിയിട്ടുണ്ട്. താരം 50 കിലോഗ്രാം ഫ്ലൈ വെയ്റ്റ് വിഭാഗത്തിൽ ജർമ്മൻ താരം മാക്സി കരീന ക്ലോട്സറെ ആദ്യ റൗണ്ടിൽ പുറകോട്ട് പോയ ശേഷം ശക്തമായി തിരിച്ചടിച്ച് 10-9 എന്ന സ്കോറിനാണ് വിജയിച്ചത്. ഏതായാലും താരം അവസാന 16-ലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ താരവും ഒരു സ്വർണ്ണ പ്രതീക്ഷ തന്നെയാണ് ഇന്ത്യക്ക് നൽകുന്നത്. എന്തായാലും ഇന്നത്തെ 2ാം ദിനം ഇന്ത്യക്ക് വളരെ നിർണായക ദിവസം തന്നെയായിരുന്നു. ഇന്ത്യ ഒരു മെഡലും സ്വന്തമാക്കിയിട്ടുണ്ട്. മെഡൽ നേട്ടത്തിനുള്ള, അതായത് ഇനി വരും ദിവസങ്ങളിൽ മെഡൽ നേടുവാനുള്ള ഫൈനൽ പ്രവേശനവും ഇന്ത്യ കരസ്ഥമാക്കിയിട്ടുണ്ട്. എന്തിനായാലും മികച്ച നേട്ടം തന്നെയാണ് ഇന്ത്യ 2ാം ദിനം സ്വന്തമാക്കിയിട്ടുണ്ട്. വിവിധ ഇനങ്ങളിൽ മത്സരം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ബാഡ്മിന്റൺ അടക്കം നേരത്തെ PV സിന്ധു അടക്കമുള്ള താരങ്ങൾ വിജയിച്ചിരുന്നു. എന്തായാലും 2ാം ദിനം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം നിറഞ്ഞ ഒരു ദിനം തന്നെയാണ്. വിഷ്ണു, യെസ്, ശരത്താണ് വിവരങ്ങൾ നൽകിയത്.